ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സ്തുതി. എൻ്റെ പേര് ഡോക്ടർ ഡൂണിയ. ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. 2019 ജനുവരിയിലാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. എൻ്റെ മമ്മിയാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. ഉടമ്പടി എടുത്തതിൻ്റെ ആദ്യത്തെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എൻ്റെ PG എൻട്രൻസ് ആയിരുന്നു. ഞാൻ MBBS പഠിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അങ്ങനെ MBBS ഹൗസ് സർജൻസിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും PGക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഞാനും PG എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. PG എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞാൽ ഈ 4.5 വർഷം MBBSന് പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സും പഠിക്കണം. ഒരു MCQ എക്സാമാണ്. MBBSൻ്റെ അത്രയും സീറ്റ് PG എൻട്രൻസിന് PG മെഡിക്കൽ സീറ്റുകളില്ല. അത് ഓരോ സ്പെഷ്യാലിറ്റി ആയിട്ടാണ്. എനിക്കാണെങ്കിൽ മെഡിസിൻ സ്പെഷ്യാലിറ്റീസ് ആയിരുന്നു ഇഷ്ടം. അതിന് നല്ല റാങ്ക് വേണം. നമ്മുടെ എല്ലാ റാങ്കിനും എല്ലാ സ്പെഷ്യാലിറ്റിയും കിട്ടത്തില്ല. നമ്മുടെ കിട്ടുന്ന റാങ്ക് അനുസരിച്ചാണ് നമുക്ക് നല്ല സ്പെഷ്യാലിറ്റികൾ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് MBBS പാസ്സായി അത്ര വലിയ മാർക്കൊന്നും ഇല്ല. അടുത്ത PG എൻട്രൻസ് പ്രിപ്പയർ ചെയ്യണം. കാരണം PG എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. PG എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് മെഡിസിൻ സ്പെഷ്യാലിറ്റീസും ആയിരുന്നു ഇഷ്ടം. അങ്ങനെ മമ്മി പറഞ്ഞു ഞാനിവിടെ വന്നു. ജനുവരി 2019 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. കാരണം 2020 ജനുവരിയിലാണ് അടുത്ത എക്സാം വരുന്നത്. അപ്പോൾ 1 വർഷം മുന്നേ ഞാൻ കണക്കാക്കി അങ്ങനെ തന്നെ ഞാൻ എടുത്തു. PG സീറ്റുകളെന്ന് പറഞ്ഞാൽ MBBSന് 200 സീറ്റ് ഉണ്ടെങ്കിൽ PGക്ക് ഇപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി. ഞാൻ പീഡിയാട്രിക്സിലാണ് PG ചെയ്തത്. അതിൽ ഞാൻ കോട്ടയത്താണ്, കുട്ടികളുടെ ആശുപത്രി ICHലാണ് PG ചെയ്തത്. അവിടെ ആകെ ഉള്ളത് 10 സീറ്റാണ്. 200 സീറ്റ് MBBSനുണ്ടെങ്കിൽ PGക്ക് വരുമ്പോൾ 10. എല്ലാ സ്പെഷ്യാലിറ്റിക്കും അത്ര ഇല്ല. പല സ്പെഷ്യാലിറ്റി അനുസരിച്ച് അത് മാറും. എനിക്ക് വലിയ ഹോപ്പൊന്നും ഇല്ലായിരുന്നു. നല്ല റാങ്ക് കിട്ടിയാലേ അത് കിട്ടും നല്ല ഉറപ്പുണ്ടായിരുന്നു. അല്ലാതെ അത്യാവശ്യം റാങ്ക് നല്ല രീതിയിലുണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. എനിക്ക് നേരത്തെ കുട്ടി പറഞ്ഞ പോലെ പേടിയായിരുന്നു. 1 വർഷമുണ്ട്, ഞാനിത് മുടങ്ങാതെ ചൊല്ലണം, നമുക്കൊരു ബ്രേക്ക് വരുത്താൻ പാടില്ല. അങ്ങനെ രാവിലെ 5:30 എന്നും എഴുന്നേറ്റ് ഉടമ്പടി ചൊല്ലി. ഞാൻ തിരുവല്ലയിൽ ഒരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അവിടുന്ന് എല്ലാ മാസവും ഞാൻ ഇവിടെ ധ്യാനം കൂടാൻ വരുമായിരുന്നു. എല്ലാ മാസവും ഇവിടുത്തെ പ്രാർത്ഥനകൾ മുടക്കം കൂടാതെ ഞാൻ ഒരു വർഷം ഡിസംബറൊക്കെ ആയപ്പോൾ കുറച്ച് ടെൻഷൻ കൂടി. അടുത്ത മാസം എക്സാമാണ്. എന്നാൽ പോലും മമ്മി പറഞ്ഞു നീ അവിടെ പോയേ പറ്റൂ, ഞാനല്ല പോകണ്ട, നീ തന്നെ പോകണം. നേരിട്ട് തന്നെ ഇവിടെ വന്നു. ചൊവ്വാഴ്ചകളിൽ വന്നു. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ധ്യാനം കൂടി പ്രാർത്ഥിച്ചു.